100 രൂപയെ അതിനകത്ത് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നുള്ളതാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കേരളത്തിൽ തന്നെ. ഇനിയിപ്പം ക്രിസ്മസ് എക്സാം ആണ് വരാൻ പോകുന്നത്. അത് കഴിഞ്ഞ് മോഡൽ എക്സാം, പിന്നെ നമ്മുടെ പബ്ലിക് എക്സാം. അപ്പൊ നിങ്ങൾ അതിനകത്ത് നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും. പക്ഷെ പലർക്കും അതിനകത്ത് സാധിക്കാറില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ വീഡിയോകളുടെ താഴെയൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ അതിനകത്ത് അവസാന നിമിഷം ഞാൻ ഫുൾ പഠിച്ച് ഇനി A+ നേടുമെന്ന് പറയുന്ന ഒരുപാട് പേരെ കാണാറുണ്ട്. പക്ഷെ പലരും അതിനകത്ത് ഫുൾ A+ നേടാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ്, ഇനിയും നിങ്ങൾ +1 പഠിക്കുന്ന ഒരുപാട് പേരുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ പലർക്കും അതിന് സാധിക്കില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. കാരണം ഞാൻ ഇന്ന് പറയുന്ന വീഡിയോയിൽ പറയുന്നത് ഒരു ജപ്പാനീസ് മെത്തേഡ് ആയിട്ടുള്ള കൈസനെ കുറിച്ചാണ്. അപ്പൊ ഈ കൈസൻ മെത്തേഡ് പറയുന്നത് തന്നെ നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വരണമെങ്കിൽ, ഒരു ബേസിക് എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളിപ്പം ജിമ്മിന് പോകുന്നു. നിങ്ങൾ അവസാനം ഒരു മാസം ജിമ്മിന് പോയതാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് മസിൽ കൂടുമോ? ഇല്ല. നിങ്ങൾ കൃത്യമായ ഒരു ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്ത് ഡെയിലി ചെറിയ ടാസ്കുകൾ ചെയ്ത് ഇമ്പ്രൂവ് ആയി ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതൊരു 6 മന്ത് 1 ഇയർ ഒക്കെ ആകുമ്പോൾ വലിയ ഒരു ചേഞ്ച് വരും. അതുപോലെ തന്നെയാണ് പഠിക്കുക എന്ന് പറയുന്നത്. അപ്പൊ കൈസൻ മെത്തേഡ് പറയുന്നത് ഡെയിലി നിങ്ങൾ ഇത്തിരി പഠിച്ച് ഇമ്പ്രൂവ് ആവും. ഫൈനലി വരുമ്പോൾ നിങ്ങൾക്ക് വലിയ ഒരു അച്ചീവ്മെന്റ് നിങ്ങൾക്ക് നേടാനാകും. A+ അല്ല, അതിനപ്പുറവും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. അപ്പൊ ഡെയിലി നമുക്ക് ഇത്തിരി പഠിക്കുമ്പോൾ മടുപ്പും ഉണ്ടാവില്ല. അത് തന്നെയാണ് പൊമഡോറോ ടെക്നിക് എന്ന് പറയുന്നത്. ഫ്രാൻസിസ്കോ സെരിൽ എന്ന് പറയുന്ന ഇറ്റാലിയൻ ആയിരുന്ന ഒരു സ്റ്റുഡന്റ് അവര് പഠിക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തൊരു മെത്തേഡ്. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള സയന്റിഫിക് മെത്തേഡുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകളും വളരെ സിമ്പിൾ ആക്കിയിട്ട് സ്റ്റുഡൻസിന് മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ്സിനെ ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് മാറ്റിയിട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പോഴത്തെ പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ രീതിയിലാണ്. കഴിഞ്ഞ വർഷമാണെങ്കിലും ഒക്കെ +2 ഒക്കെ വളരെ ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു. കെമിസ്ട്രി ഒക്കെ ഒരുപാട് പേര് പരാജയപ്പെട്ടു. അതിന്റെ റീസൺ അതായിരുന്നു ക്വസ്റ്റ്യൻസ് സാധാരണ പാറ്റേണിൽ നിന്നും മാറി ചോദിച്ചു എന്നുള്ളത്. അപ്പൊ അതൊക്കെ അങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കണമെങ്കിൽ, എഴുതണമെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഏത് ഡിഫിക്കൽട്ടുള്ള സബ്ജക്ട്, ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സ്, ഡിഫിക്കൽട്ട് ടോപ്പിക് ഒക്കെ പറഞ്ഞോളൂ. നമ്മൾ സിമ്പിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അങ്ങനെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകേണ്ടതുള്ളൂ. അത് മാത്രമല്ല 100 രൂപയെ അതിനകത്ത് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നുള്ളതാണ്. വളരെ അഫോർഡബിൾ ആയിട്ട് പേർക്ക് അതിനകത്ത് അഫോർഡബിൾ ആകാത്ത സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് കൂടി പഠിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളുകളോട്ടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരിലോട്ടും ഒക്കെ വളരെ സിമ്പിൾ ആക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിന് താഴെ ഒരു നമ്പർ ഉണ്ട്. അതിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനുമായി സംസാരിക്കാം. നമുക്ക് ലൈവിൽ കാണാം. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.